ഒപ്പം അഭിനയിച്ചിരുന്ന ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ, ഇവരിൽ നിന്നൊക്കെ എന്താണ് കല്യാണി പഠിച്ച പാടയൊരു ജഗദീഷ് സാറിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ മധുവിധി എത്രാമത്തെയോ സിനിമയാണ് സാറിന്റെ, ഇപ്പോഴും ഒരു സീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സാറ് തരുന്ന ഒരു എനർജി ഉണ്ട്. ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഒരു എനർജി ഉണ്ട്. അത് കാണുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കും, ഓ അദ്ദേഹമൊക്കെ കീപ്പ് ചെയ്യുന്ന അത് തന്നെ മതി, അതൊരു പുഷാണ്. പിന്നെ ഷർഫ്ക്ക് ആണെങ്കിലും ഇപ്പൊ ഞാൻ ഒന്ന് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടോ നിന്നാ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞാൽ ശരിയായില്ലെങ്കിൽ അപ്പൊ പറയും എവിടെ പവറില്ലല്ലോ, എവിടെ എനർജി എവിടെ കൂളായിരുന്നു. അയ്യോ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത് ഷർഫക്ക് തന്നെ ആയിരിക്കും. ഷുവർ. അത് ഷർഫിക്ക് അങ്ങനത്തെ ഒരു ജോണറിൽ ഷർഫിക്ക് വേറെ ഫാൻ ബേസ് ആണ്. ആ ഒരു കോമഡി ഒരു സന്തോഷം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പല സംവിധായകരൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചൊരു കാര്യമാണ്, ഒരു സീൻ തന്നെ പല തവണ എടുക്കണം, അപ്പോ മടി വരാറുണ്ടോ? ഇല്ല ഒരിക്കലും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും മടി വരില്ല. നമുക്ക് ഇതിൽ പോയി കിടക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രശ്നമുള്ള സീൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് എവിടെയാണത് റീടേക്ക് നടക്കുക. ചിലപ്പോൾ നമ്മുടെ ആക്ടേഴ്സ് പ്രോബ്ലം കൊണ്ട് റീടേക്ക് സംഭവിക്കില്ല. ലൈക്ക് ചിലപ്പോൾ ഒരു ആക്ടറുടെ പ്രോബ്ലം കൊണ്ട് 2-3 ടെക്നിക്കലായിട്ടും സംഭവിക്കാം. ഇപ്പൊ ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ ഒരു 10 ടേക്സ് ഇത് ചെയ്യാം. അപ്പൊ നമ്മളത് ഭയങ്കര എന്താ പറയാ, അതുകൂടി ശരിയാവാനുള്ള ഒരു താല്പര്യത്തിൽ നമ്മൾ ചെയ്യുള്ളൂ. അതല്ല ഒരിക്കലും നമുക്കൊരു മടുപ്പില്ല. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. കല്യാണിക്ക് അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടോ? അപ്പൊ ഫസ്റ്റ് സിനിമയിലും മടുപ്പൊന്നും കൂടി പറയാം. അങ്ങനെയല്ല, ഒരു നമുക്കറിയാം കല്യാണി ഇത്തരത്തില് സിനിമ ലൊക്കേഷൻ ഒക്കെ കണ്ടു വളർന്ന ഒരാളായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ അന്ന് തോന്നിയിട്ടുണ്ടോ ഒരു സീൻ തന്നെ ഇങ്ങനെ കുറെ തവണ എടുക്കുമ്പോൾ? ഇല്ല, അന്നൊക്കെ ശരിക്കും ബോറടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അന്ന് കുഞ്ഞു കൊച്ചാണ് ഞാൻ. ബോറായിരിക്കും. അന്ന് ചെറുതല്ലേ, തേജബായൻ ഫാമിലിയുടെ സെറ്റിനൊക്കെ പോയിട്ടുണ്ട്, അമറക്പുറം തോണി. സോ അവിടെ നിൽക്കുമ്പോൾ ആദ്യം കുറച്ചു നേരത്തേക്ക് ഒരു കൗതുകമാണ്, പിന്നെ എടുത്തത് തന്നെ എടുത്തോണ്ടിരിക്കണം, നമുക്ക് കുറച്ചു നേരം കണ്ടിരിക്കാം. പക്ഷെ അതുപോലെയല്ല ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അവിടെ നമ്മൾ ഫുൾ ബോഡിയും മൈൻഡും ഒക്കെ അവിടെ ആ ക്യാരക്ടറിൽ വെച്ചിട്ടാണ് നിൽക്കണത്. സോ നമുക്കത് എല്ലാവരും ആ ഒരു സ്പിരിറ്റില്ലേ. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുന്നതില് ഒരു റീടേക്ക് പോയാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതിൽ ഒരു റീടേക്ക് പോകണമെങ്കിൽ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ 1.25 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ ഞങ്ങള് ഏകദേശം 5 ഷോട്ടോ മറ്റോ എടുത്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ദിവസം മൊത്തം അതിന്റെ എക്സ്പെൻസസ് ഭയങ്കര കൂടുതലാണ്. എങ്ങനെ വന്നാലൊരു നല്ല ആ റീടേക്കിന് വേണ്ടി മാത്രം ഒരു 3 ലക്ഷം രൂപ വരും എന്റെ ഒരു കണക്കൂട്ടിൽ. ഇപ്പോൾ ഈ ഒരു മധുവിധു എന്നുള്ള പേര് നമ്മള് ഹണിമൂൺ റിലേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മധുവിധു കഴിഞ്ഞാൽ മതി അങ്ങനെയാണോ സിനിമയിലേക്ക് വരുന്നത്? അത്രയും പ്രശ്നമുള്ള ഒരാളല്ല എന്റെ ക്യാരക്ടർ അല്ലെ. ആ ഏരിയയിൽ പ്രോബ്ലം ഇല്ല. എങ്ങനെയെങ്കിലും ഇതൊന്നും കഴിഞ്ഞാൽ മതി എന്നുള്ള ആ സീനല്ല ഇത്. എന്താ പറയാ, ഈ മധുവിധു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു സിനിമ ആണ്. അതില് ഒരുപാട് പേർക്ക് ഈ മധുവിധുവിൽ എന്താ പറയാ ഇടപെടാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ കല്യാണം മുടക്കികളുണ്ടല്ലോ നാട്ടിലും പഞ്ചായത്തിലും എല്ലാം. എന്ന് വെച്ചാൽ കല്യാണ മുടക്കികളുണ്ട്. ഈ പടത്തിലെ കല്യാണ മുടക്കികളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നോടാണോ കഴിക്കാൻ പറയും? അത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് കഴിക്കില്ല എന്ന് പറയില്ല, അവർ കഴിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.